ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ ഒരൊറ്റ വാർത്തയുള്ളൂ. നടൻ ജയൻ രവി, അതായത് നമ്മുടെ രവി മോഹൻ നടത്തിയ പ്രസ് മീറ്റ്. അതിനു പിന്നാലെ ഗായിക കെനീഷ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റ്. ഇതിനിടയിലേക്ക് തെന്നിന്ത്യൻ സിനിമയിലെ സീനിയർ നടി ഖുഷ്ബുവിന്റെ പേരും വലിച്ചിഴക്കപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? സിനിമാ കഥയെ വെല്ലുന്ന ഈ ഒരു കാര്യം എന്താണ് പറ്റിയെന്ന് നമുക്ക് നോക്കാം. വർഷങ്ങളായി തെന്നിന്ത്യൻ സിനിമയിൽ മാന്യനായ ഒരു നടൻ എന്ന പേരുള്ള ജയൻ രവി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് കടുത്ത നിരാശയോടെയും ദേഷ്യത്തോടെയുമാണ്. പേരെടുത്തു പറയാതെ ഒരു ഇഡ്ഡലി നടികை, ഇഡ്ഡലിക്ക് വരെ പേരുണ്ട്, തമിഴ്നാട്ടിൽ ഒരു ഇഡ്ഡലി ഉണ്ട്, ഖുഷ്ബു ഇഡ്ഡലി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വൻ ട്രെൻഡിങ്ങിലാണ്. ജയൻ രവിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ആ സീനിയർ നടി എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും പലയിടത്തും മോശമായി സംസാരിക്കുന്നു. അവർ വലിയൊരു ഫെമിനിസ്റ്റ് ആണെന്ന് സ്വയം നടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വ്യക്തിജീവിതത്തെ തകർക്കുകയാണ്. എൻ്റെ പേര് പറയാതെയാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. എന്നാൽ അതൊന്നും ഞാൻ അറിയുന്നില്ല എന്ന് കരുതണ്ട. എൻ്റെ കൂടെ അഭിനയിച്ച അവരുടെ ജനറേഷനിലെ 3 നടന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവൾ സ്വന്തം കുടുംബം തകർക്കാൻ വന്നവളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് എന്നെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഈ 3 അക്ഷരമുള്ള പേരുള്ള നടി എന്ന പ്രയോഗവും ഇഡ്ഡലി നടികை എന്ന വാക്കും സൂചിപ്പിക്കുന്നത് ഖുഷ്ബുവിനെ തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയയും യൂട്യൂബേഴ്സും പറയുന്നത്. അടുത്തിടെ നടന്ന ചില പ്രസ് മീറ്റുകൾ ഖുഷ്ബു ജയൻ രവിയെ ലക്ഷ്യം വെച്ച് സംസാരിച്ചതാണ് അദ്ദേഹത്തെ ഇത്രമാത്രം പ്രകോപിപ്പിച്ചത്. ഖുഷ്ബുവിനെതിരെ മാത്രമല്ല, തന്റെ മുൻ ഭാര്യ ആരതിക്കും അവരുടെ അമ്മയ്ക്കുമെതിരെയും ഗുരുതരമായ ആരോപണങ്ങളാണ് രവി ഉന്നയിച്ചത്. എൻ്റെ സ്വന്തം കുട്ടികളെ കാണാൻ പോലും അവർ എന്നെ അനുവദിക്കുന്നില്ല. കുട്ടികളുടെ കൂടെ എപ്പോഴും ബോഡി ഗാർഡുകളെ വിട്ടിരിക്കുകയാണ്. അവരുടെ ഫോൺ പോലും വാങ്ങിവെച്ചിരിക്കുന്നു. വിവാഹമോചനം ലഭിക്കുന്നതുവരെ ഞാൻ ഇനി സിനിമയിൽ അഭിനയിക്കില്ല. കാരണം ഞാൻ ചെയ്യുന്ന സിനിമകൾ തിയേറ്ററുകളിൽ എത്താതിരിക്കാൻ ആരതിയുടെ അമ്മയും ചില പ്രൊഡ്യൂസർമാരും ചേർന്ന് എന്നെ കടുത്ത രീതിയിൽ ഉപദ്രവിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായി എൻ്റെ കുടുംബത്തിനെതിരെ ഓൺലൈൻ മാഫിയയെ ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള ബുള്ളിയിങ് ആണ് അവർ പ്ലാൻ ചെയ്യുന്നത്. താൻ കോടികൾ മുടക്കി ഉണ്ടാക്കിയ വീട് പോലും ഉപേക്ഷിച്ചാണ് പുറത്തു വന്നതെന്നും ഇനിയും തന്നെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ എല്ലാ തെളിവുകളും പുറത്തുവിടുമെന്നും ജയൻ രവി പറഞ്ഞു. ജയൻ രവിയും പ്രശസ്ത ഗായികയും തെറാപ്പിസ്റ്റുമായ കെനീഷ ഫ്രാൻസിസും തമ്മിലുള്ള പ്രണയത്തിലാണെന്നും ആരതിയുമായുള്ള വിവാഹമോചനത്തിന് കാരണം കെനീഷയാണെന്നും ഗോസിപ്പുകൾ പരന്നിരുന്നു. കെനീഷ ഗർഭിണിയാണെന്നും പിന്നീട് അബോർഷൻ ആയെന്നുമുള്ള വ്യാജ വാർത്തകൾ വരെ ചില യൂട്യൂബ് ചാനലുകളിൽ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ എല്ലാ വിവാദങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് കെനീഷ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വൈകാരികമായ പോസ്റ്റ് സോഷ്യൽ മീഡിയയെ ഞെട്ടിച്ചിരിക്കുകയാണ്. 3 പേജുള്ള ആ വലിയ കുറിപ്പിൽ കെനീഷ എഴുതിയത് ഇങ്ങനെയാണ്: ഞാൻ ആവശ്യത്തിലധികം സംസാരിച്ചു കഴിഞ്ഞു. സ്നേഹത്തോടെയാണ് ഞാൻ ഈ കഥയിലേക്ക് വന്നത്. എന്നാൽ ഇപ്പോൾ നിശബ്ദനായി ഞാൻ ഇതിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. കള്ളക്കഥകൾ നിറഞ്ഞ ഒരിടത്ത് നല്ല മനസ്സിനോ പ്രണയത്തിനോ സ്ഥാനമില്ല. ഒരു മനുഷ്യനെ, ജയൻ രവിയെ, രക്ഷിക്കാനാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ നല്ലൊരു ഭാഗം നൽകിയത്. എന്നാൽ ജനങ്ങൾ എനിക്കായി ഒരു നെഗറ്റീവ് കഥ നേരത്തെ തന്നെ എഴുതി കഴിഞ്ഞു. ഇനി മുതൽ അദ്ദേഹം പൂർണ്ണമായി നിങ്ങളുടേതാണ്. ഞാൻ എല്ലാ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. അദ്ദേഹത്തെ ഞാൻ പൂർണ്ണമായി സ്വതന്ത്രനാക്കുന്നു. തൻ്റെ മാതാപിതാക്കളുടെ മരണം, ചെറുപ്പത്തിൽ നേരിട്ട ലൈംഗിക അതിക്രമങ്ങൾ, നേരത്തെയുള്ള വിവാഹം, മാനസിക സമ്മർദ്ദം എന്നിവയെക്കുറിച്ചെല്ലാം മുൻപ് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കെനീഷ ഇപ്പോൾ കടുത്ത നിരാശയുടെയും മാനസിക വിഷമത്തിലൂടെയുമാണ് ജയൻ രവിയുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുന്നതായി പ്രഖ്യാപിച്ചത്. തന്റെ സുഹൃത്തായ കെനീഷ പോലും ഈ ഓൺലൈൻ ആക്രമണങ്ങൾ കാരണം തന്നെ വിട്ടുപോയതിൽ ജയൻ രവി കടുത്ത സങ്കടത്തിലാണ്.